തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തമിടിയിച്ചതിൽ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് അധ്യാപികയായ ദരീഫ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടിയിച്ചത്. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, എന്ത് നടപടിയെടുത്തു അധ്യാപികയ്ക്കെതിരെ? തന്നെ കഴിഞ്ഞ ദിവസമാണ് ദേശീയഗാനം ചൊല്ലുന്നതിനിടെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി എന്നാരോപിച്ച് ഈ അധ്യാപിക ഫരീദ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടിയിച്ചത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ പണം നൽകിയത് അനുസരിച്ച് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് വീടുകളിലേക്ക് എത്തിയത്. ഇത് ചോദിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായി എന്ന കാര്യം രക്ഷിതാക്കളോട് പറഞ്ഞത്. ആ രക്ഷിതാക്കളാണ് ഈ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പരാതിയായി ഇക്കാര്യം അറിയിച്ചത്. അതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾ പരാതി നൽകി. അങ്ങനെയാണ് ഡിഇഒ ഇതിൽ റിപ്പോർട്ട് നൽകാൻ സ്കൂളിനോട് ആവശ്യപ്പെട്ടത്. ആ സമയത്ത് സ്കൂൾ പ്രധാനാധ്യാപകൻ ഈ അധ്യാപികയോട് കാരണം തിരക്കിയപ്പോൾ അധ്യാപിക ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന കാര്യം അഡ്മിറ്റ് ചെയ്യുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് ആണ് ഇന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ഡിഇഒയോട് ഇതിൽ നേരിട്ട് വിശദീകരണം നൽകാനുള്ള ആവശ്യം അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ ഡയറക്ടർ ഡിഇഒയ്ക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. അധ്യാപിക അടുത്ത കാലത്താണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോ മറ്റധ്യാപകരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ആളല്ല എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്ക് നേരെ മോശമായ പ്രവൃത്തിയാണ് അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അടിയന്തരമായി റിപ്പോർട്ട് നേരിട്ട് തന്നെ അധ്യാപികയുടെ വിശദീകരണം ചോദിച്ച് അതിൽ റിപ്പോർട്ട് നൽകാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ശരി വിജിൻ.